ഞാനൊരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ എന്നെ ആദ്യം ഞാനൊരു സിനിമ ഇങ്ങനെ ഇപ്പം യു ആർ കമ്മിങ് ടു ടെൽ മീ എ സ്റ്റോറി അതിൻ്റെ ഒരു തുടക്കം ഒരു 5 മിനിറ്റ് എനിക്ക് ഇൻട്രസ്റ്റ് ആവുമ്പോൾ തന്നെ ഞാൻ ചോദിക്കും ഇതിൻ്റെ ടൈറ്റിൽ എന്താ ഇട്ടിരിക്കുന്നതെന്ന്. ചിലർ വർക്കിംഗ് ടൈറ്റിൽ എന്ന് പറയും, ചിലർ ഒരു ടൈറ്റിൽ പറയും. ആ ടൈറ്റിൽ നമ്മൾ ചിലപ്പം ഭയങ്കരമായിട്ട് ഹുക്കാവും. എനിക്ക് ആ ടൈറ്റിൽ അങ്ങ് വർക്കായി എന്ന് പറയുന്നപ്പം എനിക്ക് ഒരു സിനിമയുടെ ടൈറ്റിൽ അതിൻ്റെ പ്രൈമറി ഓഡിയൻസിനെ അതിലേക്ക് അട്രാക്ട് ചെയ്യുന്നതിൽ ഒരുപാട് വലിയ പങ്ക് വഹിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ടൈറ്റിൽ ഒരു സിനിമ എന്താണോ അതിൻ്റെ ടൈറ്റിൽ അങ്ങനെ ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം ടൈറ്റിൽ തന്നെ ആദ്യം തന്നെ ഹുക്ക് ചെയ്യണം. അതിനുശേഷം അതിൽ കണ്ടിന്യൂ ചെയ്ത് എൻ്റെ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ അതിനകത്ത് കണ്ടന്റ് അതിൽ ഓരോ അതിൻ്റെ ഇൻ്റർവൽ ബ്ലോക്ക്, അതിൻ്റെ ക്ലൈമാക്സ്, ഇത് ഒരു ഒരു അതായത് എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു സിനിമയുടെ ജോണർ എന്താണോ ആ ജോണറിൽ അത് 100% അതിന് ഇത് ഐ മീൻ ആ ജോണർ ഇഷ്ടപ്പെടുന്നവർക്ക് അതിനെ 100% ആയിട്ട് എൻഗേജ് ചെയ്യണം എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ കോമഡി ആണെങ്കിൽ ആളുകളെ ചിരിപ്പിക്കണം ടു ദ പീക്ക്. ഫീൽ ഗുഡ് ആണെങ്കിൽ ആൾക്ക് അതൊന്ന് കൊള്ളണം അല്ലേ. ഹൊറർ ആണെങ്കിൽ പേടിപ്പിക്കണം. അതെ, അല്ലാതെ എല്ലാ അവിടെയും ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുകയും ചെയ്ത് അവിടെ കൊണ്ട് എത്തിയില്ല എന്ന് പറയുന്ന ഇതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഓരോ സിനിമയ്ക്കും ഇപ്പം മാർക്കറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, ഓരോ സിനിമയ്ക്കും ഓരോ പ്രൈമറി ഓഡിയൻസും സെക്കൻഡറി ഓഡിയൻസും ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ ജൂൺ എന്ന് പറയുന്ന സിനിമ, ഈ ജൂൺ എന്ന് പറയുന്ന സിനിമ അതിൻ്റെ പ്രൈമറി ഓഡിയൻസ് എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ 10 തൊട്ടിട്ട് ഒരു ഫീമെയിൽ 30-32 വരെ ആണ് അതിൻ്റെ പ്രൈമറി ഓഡിയൻസ്. അവർക്കത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അവരെയാണ് ഞാൻ ആദ്യം തിയേറ്ററിൽ എത്തിക്കേണ്ടത്. പിന്നെ സെക്കൻഡറി ഓഡിയൻസ് അവരുടെ ഒരു വേർഡ് ഓഫ് മൗത്ത് സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് ഒരു സെക്കൻഡറി ഓഡിയൻസ് അതിലേക്ക് കൊണ്ടുവരുന്നത്.